ഗുരുവായൂരുണ്ടായിരുന്നു, പക്ഷെ നമ്മൾക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ല. നമുക്ക് ഏകാദശി കാരണം നമ്മൾ കഴിച്ചില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഗുരുവായൂർ അമ്പലത്തിൽ ഉച്ചയാകുമ്പോൾ എല്ലാവർക്കും കറി ഉണ്ട് എടുത്തിട്ട് പൊക്കോളോ എന്ന് പറഞ്ഞു വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പോയി ഒരു പാത്രം എടുത്ത് രസക്കാളനാണ് എടുത്തിട്ട് വന്നിരുന്നു. അത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. ഇന്നലെ കഴിക്കാൻ പറ്റാത്ത കാരണം ചോറ് മാത്രം വെച്ചു. രസക്കാളനും പിന്നെ പയറും കായ എലിശ്ശേരിയാണ് കൃഷ്ണൻ്റെ ചോറിന് കഴിക്കണതൊക്കെ കഴിക്കാൻ പറ്റുന്നതൊക്കെ ഒരു ഭാഗ്യമാണ്. ഒരുപാട് വർഷം കഴിച്ചിട്ടില്ല, ഇപ്പോഴാണ് കഴിക്കാൻ പറ്റുന്നത്. വളരെ സന്തോഷമുണ്ട് കൃഷ്ണൻ്റെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നത്. അവിടെ പോയിരുന്ന് കഴിക്കാൻ കൂടാതെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കഴിക്കാനുള്ളൊരു ഭാഗ്യവും അതുകൊണ്ട്. ഇത് രസക്കാളം ആണ്, വളരെ ടേസ്റ്റാണ്. ഗുരുവായൂർ അമ്പലത്തിൽ ഉണ്ടാക്കുന്ന രസക്കാളമാണ്. ഇത് കൊണ്ടുവന്ന് വെച്ച കാരണം നിങ്ങൾക്ക് കറികളൊന്നും വെച്ചില്ല, എന്ന് ചോറ് മാത്രം വെച്ചു. ഇന്നലെ ഗുരുവായൂരിൽ നിന്ന് കൊടുന്ന കറി കൂട്ടി ചോറിനാണ്. പിന്നെ ഗുരുവായൂർ അമ്പലത്തിൽ ഇനിയൊരു വിശേഷമുണ്ട്. വൈകുന്നേരം ഉച്ചയ്ക്ക് കഴിക്കണ ഉച്ചത്തെ ചോറൊക്കെ നമ്മൾ ചാക്കരി വെച്ചിട്ടാണ് ചോറ് അവിടെ വെക്കുന്നത്. രാത്രി വെക്കുന്ന ചോറിന് ഭയങ്കര പ്രത്യേകതയാണ്. അത് കഴിക്കാൻ പറ്റുമെങ്കിൽ എല്ലാവരും കഴിക്കാൻ നോക്കുക, ശ്രമിക്കുക, പറ്റുന്നവർ കഴിക്കുക. അത് എന്താ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നെല്ല് കുത്തിയിട്ട്, മില്ലിൽ നെല്ല് കുത്തുകയല്ല, ഉരലിൽ നെല്ല് കുത്തുകയാണ്. അവിടെ അതിന് റൂമുണ്ട്, അതിൽ സ്ത്രീകളാണ് കുത്തണത്. അത് 55 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളാണ് കുത്തുന്നത്. ദിവസം അവർ കുത്തിയിട്ടാണ് ആ ചോറ് വെക്കുന്നത്. എന്ന് വൈകുന്നേരം കഴിക്കാനുള്ള നിവേദ്യം ഗുരുവായൂർ അമ്പലത്തിൽ കൊടുക്കുന്നുണ്ട്. ദിവസം രാത്രിയായ 6:30 മണി മുതൽ തുടങ്ങി 8 മണി വരെ ചോറുണ്ട് അവിടെ. ആ ചോറ് കഴിക്കുന്നത് പ്രത്യേകതയാണ്. പല അസുഖങ്ങൾക്കും ശരീരത്തിനും ഒത്തിരി നല്ല ഭഗവാന്റെ ആ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നത്. മില്ലിൽ കുത്തണ അരിയല്ല, നല്ല അതും 55 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ നിന്ന് ദിവസം 10 പേര് അവിടെ നിന്ന് കുത്തിയിട്ടാണ് രാത്രി നമ്മൾക്ക് കാലത്ത് കുത്തി രാത്രിയാണ് ആ ചോറ് വയ്ക്കുന്നത്. ആ ചോറ് കഴിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് പുണ്യമാണെന്നാണ് പറയണത്. ഞാൻ അതുവരെ കഴിച്ചിട്ടില്ല, കഴിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. നാളെ മറ്റന്നേ പോയിട്ട് കഴിക്കണം എന്നുണ്ട്. പറ്റാതെ ഇല്ല കേട്ടോ, കഴിക്കുക. എന്തിനാണ് അത്ര ക്യൂ നിൽക്കുന്ന ആൾക്കാർ നിൽക്കുന്നിടത്ത് പോയിട്ട് ബുദ്ധിമുട്ടിക്കണം വെച്ചിട്ട് കഴിക്കാതിരിക്കണം. അല്ല, കഴിക്കാൻ പറ്റാതില്ല, ദിവസം രാത്രി നേരത്തെ അവിടെ ഉണ്ടാവാറുണ്ട്, പക്ഷെ ഞാൻ കഴിച്ചിട്ടില്ല. നാളെ എന്തായാലും അത് കഴിക്കണം എന്നൊരാഗ്രഹം എനിക്ക് തോന്നി. അത്രയും പുണ്യമുള്ള ഒരു ചോറുണ്ട് കഴിക്കാൻ പറ്റുന്നത് ഭാഗ്യമാണല്ലോ ദൈവം തരുന്നത്. അപ്പോൾ ആ കിട്ടുന്ന ഭാഗ്യം നമ്മൾ എന്തിനാണ് വേണ്ടെന്ന് വെക്കുന്നത്. അപ്പോൾ നാളെ എന്തായാലും പോയിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് ആ കുത്തിയ ചോറ് ഉണ്ണാൻ കഴിഞ്ഞെങ്കിൽ ഏറ്റവും വലിയ സന്തോഷം തോന്നും. കഴിക്കാൻ ആഗ്രഹമുണ്ട്, നാളെ പോയി കഴിക്കും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ. ഇന്ന് രസക്കാളനാണ്, രസക്കാളൻ കൃഷ്ണൻ്റെയാണ്. നല്ല കൃഷ്ണൻ്റെ ഗുരുവായൂർ അമ്പലത്തിൽ കൊടുക്കുന്ന ചോറും കൂട്ടാനും. ചോറ് ഇവിടെ വെച്ച ചോറാണ്, കറിയും രസക്കാളനും എലിശ്ശേരിയാണ്, പയറും കായും എലിശ്ശേരി. ഇതാണ് ഇന്നത്തെ എൻ്റെ ഫുഡ്. ഓക്കെ, ബൈ. എല്ലാവരും കഴിക്കൂ. ഓക്കെ.